97-ാം വാർഷികവും യാത്രയപ്പ് ചടങ്ങിൻ്റെയും നമുക്ക് സ്വാഗതം അർപ്പിച്ച ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ഷബീർ സർ അവരുടെ അധ്യക്ഷത വഹിച്ച PTA പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ അവരുടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ടാതിഥി അബ്ദുൽ മാജിദ് കൂട്ടിലങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ മാജിദ് അവരുടെ വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ മറ്റെല്ലാത്തിനും ഉപരി ഇന്നിവിടെ നിന്നും ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് ഈ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങി പോകുന്ന പ്രിയപ്പെട്ട അനിത ടീച്ചറെ, വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഒരു നാടിൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് ആ നാട്ടിലെ വിദ്യാലയങ്ങളാണ്, അവിടെയുള്ള അധ്യാപകരാണ്, അവിടേക്ക് എത്തിപ്പെടുന്ന നമ്മുടെ കുഞ്ഞു മക്കളാണ്. അവരെ അറിവും വിവേകവും വാർത്തെടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരുപാട് പങ്ക് വിദ്യാലയവും അധ്യാപകരും അർഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ നോക്കുമ്പോൾ 97-ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ ഈ വിദ്യാലയം നമ്മുടെ നാടിനെയും നാട്ടുകാരെയും എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാനതോടെ എടുത്ത് പറയുന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഇന്ന് ഈ വാർഷികാഘോഷം വളരെ സന്തോഷമായിട്ടൊക്കെ നടക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ചെറുതായിട്ടെങ്കിലും സങ്കടപ്പെടുത്തുന്ന ഒന്നാണ് നമ്മുടെ ടീച്ചർ ഇന്ന് ഇവിടുന്ന് വിട പറഞ്ഞ് പോവുകയാണ് എന്നുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട അനിത ടീച്ചർ 37 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും ഇന്ന് വിട പറയുകയാണ്. പക്ഷേ ഞങ്ങളുടെ ഒന്നും മനസ്സിൽ നിന്നും ടീച്ചർക്ക് ഒരിക്കലും ഒരു വിട പറയലോ പടിയിറങ്ങിപ്പോക്കോ ഉണ്ടാകും ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. വെറും 4 വർഷത്തെ ഒരു ബന്ധമേ രക്ഷിതാവ് എന്ന നിലയിലും അധ്യാപിക എന്ന നിലയിലും എനിക്കും ടീച്ചർക്കും ഉള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിൽ ടീച്ചർക്കുള്ള സ്ഥാനം അത് എന്നെ പഠിപ്പിച്ച ഒരു ഗുരുവിനും മുകളിലാണ്. അത് ടീച്ചറുടെ ഒരു സ്വഭാവം കൊണ്ടും സാമീപ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും നമ്മളെയൊക്കെ ചേർത്ത് പിടിക്കുന്നതിലൂടെ കിട്ടിയ ഒരു മാനസികമായ അടുപ്പമാണ്. അതെല്ലാ അധ്യാപകർക്കും ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നു. അതുപോലെ എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിലും ഈ സ്കൂളിൽ ടീച്ചർ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് 2 ദിവസം മുന്നേ നമ്മൾ സ്കൂളൊരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ടീച്ചർ സംസാരിച്ചിട്ടൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എന്തോ ടീച്ചർ ഇവിടുന്ന് പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ഒരു സങ്കടം. ഇത്ര നീണ്ട വർഷത്തെ ഒരു ഔദ്യോഗിക ജീവിതത്തിന് ശേഷം പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഈ വേദിയിലിരിക്കുന്ന 90% ആളുകളുടെയും ആദ്യാക്ഷരം കുറിച്ച ടീച്ചർ ചിലപ്പോൾ അനിത ടീച്ചറായിരിക്കും. ഏകദേശം 4 പതിറ്റാണ്ടിൻ്റെ അടുത്തായിട്ട് ടീച്ചർ ഇവിടെ നമ്മളൊക്കെ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും നാള് ഈ നാടിൻ്റെയും സ്കൂളിൻ്റെയും എന്തിനും ഏതിനും നമ്മുടെ കൂടെ നിന്ന അനിത ടീച്ചർ ഇനി ഇവിടുന്ന് ഇറങ്ങിപ്പോയാലും എന്തിനും ഏതിനും ടീച്ചറിൻ്റെ സാമീപ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇവിടുന്ന് കഴിഞ്ഞിട്ടുള്ള തുടർന്നുള്ള നാളുകൾ വളരെ ശോഭയോടെ തിളക്കമുള്ളതാവട്ടെ എന്നും എപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശംസാ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.